ഹായ് ഫ്രണ്ട്സ്, വിൻ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നാം വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ പരിചയപ്പെടുകയുണ്ടായി. മുമ്പ് സൂചിപ്പിച്ചതുപോലെ AIF എന്ന സ്കീം ഉപയോഗപ്പെടുത്തി ആരംഭിച്ചുള്ള യൂണിറ്റുകളും അവർക്ക് വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭിച്ച സേവനങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പുതിയ യൂണിറ്റുകൾക്ക് മാത്രമല്ല, നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനും നമുക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിലവിലുള്ള ഒരു നവീകരിച്ച യൂണിറ്റിന്റെ വിശേഷമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ വിളയൂരിലാണ്. ഇവിടെ PMSന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തെല്ലാം മെഷീനറികളാണ് അവരിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അവരുടെ വിശേഷങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഉള്ളത് PMSന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ അകത്താണ്. ഇതെന്റെ സുഹൃത്തുകൂടിയായിട്ടുള്ള ഷഹലാണ്. ഷഹല, നമ്മളിവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്? നമ്മള് കാര്യമായിട്ട് ചെയ്യുന്നത് സ്പൈസസ് ആണ്. ബ്ലെൻഡഡ് മസാലാസ്, സ്പൈസസ്, പിന്നെ റൈസ് പൗഡേഴ്സ്, കടലമാവ്, പിന്നെ ചെറിയ തോതിൽ ഓയിൽ, കോക്കനട്ട് ഓയിൽ. മസാലാസ് ചിക്കൻ മസാല, മീറ്റ്, സാമ്പാർ, ഫിഷ്, ഗരം, കാശ്മീരി, മല്ലി, മുളക്, മഞ്ഞള്, ഇതുപോലുള്ള മസാലകളും, പിന്നെ അരിപ്പൊടി, പുട്ടുപൊടി, കടലമാവ്, പിന്നെ ചെറുതോതിൽ വെളിച്ചെണ്ണ ചെറുതോതിൽ എന്ന് പറയുന്ന ഞങ്ങൾക്ക് ബൾക്കായിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ചെറുതോതിലാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് നമ്മളിപ്പോ കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഏത് ഓർഡർ വന്നാലും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്ന ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. അതായത് വെജിറ്റബിൾ മസാല, മട്ടൻ മസാല, കപ്സ, മന്തി, അങ്ങനത്തെ ബ്ലെൻഡഡ് ആയിട്ടുള്ള സ്പെഷ്യൽ മസാലകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു മിനിമം ഓർഡർ വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓർഡറിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. അതെ, നമ്മുടെ ബ്രാൻഡിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓർഡറുകൾ വരുമ്പോൾ ഇത്തരം മസാലകൾ, മട്ടൻ കറി മസാല, പിന്നെ മട്ടൻ മസാല, പിന്നെ വെജിറ്റബിൾ മസാല, എഗ് മസാല, ബ്രോസ്റ്റ് പൗഡർ, അങ്ങനത്തെ ബ്ലെൻഡഡ് ആയിട്ടുള്ള മസാലകൾ നമ്മൾ ചെയ്തു കൊടുക്കും. കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ ഇതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു പർച്ചേസിങ് വരുന്നത്? റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ പ്ലേസ് നമ്മൾക്ക് എവിടുന്നാണോ അതിന്റെ ഒരു സോഴ്സ്, നല്ല സോഴ്സ് വരുന്നത്, അവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും. ഇപ്പൊ മുളകാവട്ടെ, ആന്ധ്ര, ഗുണ്ടൂർ, ബേഡക, ഈ 3 ഏരിയകളാണ് ഇപ്പൊ നമ്മളെ പർച്ചേസിങ് ഏരിയ വരുന്നത്. മഞ്ഞള് നമുക്ക് വരുന്നത് പറഞ്ഞാൽ നമ്മളെ ഈറോഡ് മഞ്ഞളാണ് വരുന്നത്. മല്ലി വരുന്നത് നമുക്ക് രാജസ്ഥാൻ മല്ലിയാണ് വരുന്നത്. ഇപ്പോൾ നമുക്കത് മുളകായിക്കോട്ടെ, നമ്മളിപ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ സ്പെസിഫിക്കേഷൻ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക അവർക്ക്. ഇത്ര സ്പെസിഫിക്കേഷൻ, നമുക്കൊരു ഇത് പൊടിച്ചു കഴിഞ്ഞാൽ ഇത്ര ഔട്ട്പുട്ട്, ഈ ഔട്ട്പുട്ടിലും മുളക് പൊടിക്ക് പഞ്ചൻസി ഇത്ര ഒരു വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ അവിടുന്ന് പർച്ചേസ് ചെയ്ത് എടുക്കുക ചെയ്യുക. പഞ്ചൻസി, കളർ വാല്യൂ, അഫ്ലാടോക്സിൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ. മുളകിന്റെ കാര്യം അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ആന്ധ്ര എന്നാണ് പർച്ചേസ് ചെയ്യാറ്. മഞ്ഞൾ ഈറോഡ് എന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. രാജസ്ഥാനിന്നാണ് നമ്മൾ മല്ലി എടുക്കുന്നത്. അപ്പൊ എല്ലാ പ്രൊഡക്റ്റും അതിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ അത് എവിടെയാണോ ഉണ്ടാവുന്നത് അവിടെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം. തീർച്ചയായും. കാരണം ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിന്റെ ഒരു 80% അല്ലെങ്കിൽ 70% അതിന്റെ പർച്ചേസിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ പർച്ചേസ് എത്രത്തോളം നന്നാവുന്നു അത്രത്തോളം നമ്മുടെ ഔട്ട്പുട്ട്, റിസൾട്ട് നന്നായിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുന്നുണ്ട്. ബാക്കി 20-30% പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ നമ്മളെ ഹൈജീൻ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് നന്നായി വരും പ്രൊഡക്റ്റ്. നേരെ മറിച്ച് നമ്മൾ പർച്ചേസിങ് എവിടെയെങ്കിലും ഫാൾട്ട് അടിച്ചോ പിന്നെ ത്രൂ ഔട്ട് ഫൈനൽ പ്രൊഡക്റ്റിൽ നമുക്കത് സഫർ ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് കാലം ഈ ഫീൽഡിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇത് എവിടുന്ന് പർച്ചേസ് ചെയ്യണം, എങ്ങനെ പർച്ചേസ് ചെയ്യണം, എന്താണ് അതിന്റെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, ഈ രീതിയിൽ പർച്ചേസ് ചെയ്താലേ നമുക്ക് ഇന്ന റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണോ നല്ലത് കിട്ടുന്നത് അവിടുന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇപ്പോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മളിവിടെ പ്രധാനമായിട്ട് എന്തൊക്കെ മെഷീൻസ് ആണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്കൊരു സ്പൈസസ് യൂണിറ്റ് വേണ്ടിയുള്ള എല്ലാ മെഷീൻസും നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൊഡക്ഷനൊക്കെ നമുക്ക് വരുന്നത് റോസ്റ്റർ വരുന്നുണ്ട്, പിന്നെ ബ്ലെൻഡേഴ്സ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹാമർ മില്ലുകൾ വരുന്നുണ്ട്, പിന്നെ പൾവറൈസറുകൾ ചെയ്യുന്നുണ്ട്, എക്സ്പെല്ലർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മളെ ഒരു സ്പൈസസ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള
എല്ലാ യൂണിറ്റും, അതുപോലെ തന്നെ ചെറിയൊരു ഓയിൽ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള മെഷീൻസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്പൈസസിന് നമ്മൾ ഫസ്റ്റ് റോ മെറ്റീരിയൽ വരുമ്പോൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോസ്റ്റേഴ്സുകളുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ ഹാമർ മില്ലുകളുണ്ട്, പൾവറൈസറുകളുണ്ട്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ബ്ലെൻഡർ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ബ്ലെൻഡേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ ഓയിൽ യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പെല്ലേഴ്സ് ഉണ്ട്, കൊപ്ര കട്ടർ ഉണ്ട്, ഡ്രയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ റൈസ് പൗഡേഴ്സ്, അത് ചെയ്യാൻ വേണ്ടി ചെറിയ ചെറിയ പൾവറൈസറുകളും നമുക്ക് നമ്മുടെ യൂണിറ്റിൽ ഇപ്പോൾ ഉണ്ട്. ഇത്രയും മിഷനറീസ് ആണ് നമ്മളെ ഈ ഒരു 2 പ്ലാന്റിലായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പിന്നെ ഈ റോസ്റ്ററിൽ ഇട്ടിട്ട് ആദ്യം ഇത് വറുത്തെടുക്കുകയാണോ ചെയ്യാം? അതെ, നമുക്ക് ഓരോ മസാലക്കും അല്ല ഓരോ പ്രൊഡക്റ്റിനും ഓരോ സെപ്പറേറ്റ് പ്രൊഡക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഇപ്പോ മല്ലിപ്പൊടി ആവട്ടെ, നമ്മൾ വറുത്ത മല്ലിപ്പൊടി നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് ആ മല്ലി വറുക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് പോകും. ആ ഒരു പ്രൈമറി സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മല്ലി വന്നാൽ അതിന്റെ ഗ്രേഡ് നോക്കിയാൽ പിന്നെ നമ്മൾ പോകുന്നത് ഡയറക്റ്റ് റോസ്റ്റിംഗ് സെക്ഷനിലേക്കാണ്. റോസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം നമ്മൾ രാവിലെ റോസ്റ്റിംഗ് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് ഫുൾ റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സാണ് നടക്കുക. അന്ന് പ്രൊഡക്ഷൻ ബന്ധായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റോസ്റ്റിങ്ങിന്റെ ഒരു കൂളിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റിലീസ് ആയിട്ട് അടുത്ത ദിവസത്താകുമ്പോഴും കൂളാവും. ആ കൂളായതിനു ശേഷം നമ്മളെ ഹാമർ മില്ലിലിട്ട് പൊടിക്കുമ്പോൾ നമ്മൾ ഓരോന്നിനും ഇപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ മസാല ആവട്ടെ, ചിക്കൻ മസാല ഇതുപോലെ നമ്മളെല്ലാം ഫസ്റ്റില് നമ്മൾ റെസിപ്പി വെയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് റോസ്റ്റിംഗ് ചെയ്യേണ്ട മെറ്റീരിയൽസ് എല്ലാം റോസ്റ്റ് ചെയ്യും. അല്ല അൺറോസ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് പിന്നെ റോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഹാമർ മില്ലിലിട്ട് പ്രൊഡക്ഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്ലെൻഡിങ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾ, ചിക്കൻ മസാല, മീറ്റ്, സാമ്പാർ, ഫിഷ്, ഗരം, കപ്സ, മന്തി, അങ്ങനത്തെ ബ്ലെൻഡഡ് മസാലാസ് വരുമ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്ലെൻഡിങ് മെഷീനിൽ ഇട്ടിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കും. പിന്നെ അതെല്ലാം കൂളിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള പാക്കിംഗ് സെക്ഷനിലേക്ക് വിടുക ചെയ്യും. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇത്ര പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ റോസ്റ്റർ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഹാമർ മില്ല് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലെൻഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനത്തെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പാക്കിംഗ് എന്നുള്ള സെക്ഷനിലേക്ക് പോകുന്നത്. അവിടെ നമ്മൾ പാക്കിങ്ങിനായിട്ട് ഒരുപാട് പാക്കിംഗ് മെഷീൻസ്, ഓട്ടോമാറ്റഡ് പാക്കിംഗ് മെഷീൻസ് ഉണ്ട്, സെമി ഓട്ടോമാറ്റഡ് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇങ്ങനത്തെ വേറെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറീസ് എന്ന് പറഞ്ഞാൽ പാക്കിംഗ് സിസ്റ്റം, പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാക്കിംഗ് മെഷീനറീസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മളവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബാൻസീലോ യൂസ് ചെയ്യുന്നുണ്ട് സെമി ഓട്ടോമാറ്റിക് ആയിട്ട്. ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊസീജിയർ, ഒരു സ്റ്റെപ്പ് പോണത്. ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് വ്യത്യസ്തമായ പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ. അതായത് നമുക്ക് 2 തരം മാർക്കറ്റിംഗ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഒന്ന് നമ്മൾ 100 ഗ്രാംസ് 50 ഗ്രാംസ് പൗച്ചുകളായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഒരു സിസ്റ്റം, ഒരു കാറ്റഗറിയാണ് പോകുന്നത്. പിന്നെ ബൾക്ക് നമ്മൾ ഹോട്ടൽ, കാറ്ററിംഗ്, മെസ്സ്, അതുപോലത്തെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 1 kg, 1/2 kg, 5 kg ഇതുപോലത്തെ പ്രൊഡക്റ്റ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാക്കിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ്, എന്താണോ പ്രൊഡക്റ്റ് അതിന്റെ റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മെഷീനറീസും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മള് ഇപ്പോ വീഡിയോയിൽ പറയുകയുണ്ടായി ഒരുപാട് കാലമായി എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. നിങ്ങളൊരു എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു തുടക്കം? ഫീൽഡിലേക്ക് വർഷം എന്ന് പറഞ്ഞാൽ എന്റെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ഒരു മില്ല് ഫീൽഡിലായിട്ട് വന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഫാദർ ആയിക്കോട്ടെ, ഫാദറും മില്ല് ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. എന്റെ ബ്രദേഴ്സും മില്ല് ഫീൽഡിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അതിപ്പോൾ നമുക്ക് പ്ലാംതോളാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ ചെറിയൊരു മില്ല് പോലെ ഞങ്ങളെ ഫാദർ സ്റ്റാർട്ട് ചെയ്തൊരു യൂണിറ്റാണ്. പിന്നെ ഞങ്ങളെ ബ്രദേഴ്സും അതിലുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ക്ലബ് ചെയ്തിട്ടായിരുന്നു ഞങ്ങളൊരു മില്ല് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഈ ഒരു യൂണിറ്റ് ഇങ്ങോട്ട് 2012 എൻ്റെ ബ്രദർ ഈ ഒരു യൂണിറ്റ് ഫസ്റ്റ് നമുക്ക് ഈ യൂണിറ്റിന്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പകുതി സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ ബ്രദറാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ആ ബ്രദേഴ്സാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഷാനു, ഷീനു എന്നാ പറയാ. അവർ 2 പേരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫാദർ മൊയ്തു എന്നാണ് പേര്. പുള്ളിക്കാരന്റെ കൂടെ ആയിരുന്നു ഇവർ 2 പേരുണ്ടായിരുന്നത്. ഞാൻ ആ സമയത്ത് പഠിക്കായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് ടെക്നോളജിയാണ് പഠിച്ചിരുന്നത്. എൻ്റെ 2016 ഞാൻ പാസ് ഔട്ട് ആയത്. അതിനുശേഷമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ത്രൂ ഔട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിന്റെ മുമ്പ് എൻ്റെ ബ്രദേഴ്സ് ഇത് സ്റ്റാർട്ട് ചെയ്ത് 2012 സ്റ്റാർട്ട് ചെയ്തതാണ്. 2012 സ്റ്റാർട്ട് ചെയ്തതിന്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി പോകുന്നു, അതിന് കുറച്ച് സാധനങ്ങൾ വിറ്റ് പോരുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു. പിന്നെ കൂടുതലും നമ്മളെ ഡൊമസ്റ്റിക് വർക്കാണ് വന്നിരുന്നു. കസ്റ്റമർ പൊടിക്കാൻ വന്നിട്ട് മില്ല് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ ഒരു വർക്കാണ് നമുക്ക് വന്നിരുന്നു. 2012 ഞങ്ങൾ ഇവിടെ ബ്രദേഴ്സായിട്ട് തുടങ്ങിയതാണ് ഇത്. ഈ ഒരു യൂണിറ്റ് പകുതി ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ഡൊമസ്റ്റിക് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടായിരുന്നു. നമ്മളൊരു കമ്പനി വണ്ടി ഒന്ന് റൺ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു വണ്ടിക്ക് ഉള്ള ഒരു 4 ദിവസത്തെ റൂട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ അത്രയും പ്രൊഡക്ഷൻ കുറവായിരുന്നു. പിന്നീടാണ് ഞാൻ 2016 നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങണം
നമുക്ക് ത്രൂ ഔട്ട് ഇതിലേക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയത്തോടു കൂടി ഞങ്ങൾ വന്നത്. അങ്ങനെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടാണ് ഫർഹാൻ, എൻ്റെ വേറെ ഫ്രണ്ട് തന്നെയാണ് ഷബീർ, ഞങ്ങള് റിലേറ്റീവ്സ് കൂടെയാണ്. ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു AIF എന്ന് പറഞ്ഞ അഗ്രി ഇൻഫ്ര ഫണ്ട് എന്നുള്ള ഒരു സ്കീം പരിചയപ്പെടുത്തി തന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു ഫണ്ട് ഞങ്ങൾ റൈസ് ചെയ്തു, ഫണ്ട് ത്രൂ സ്കീം ത്രൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇതൊന്ന് എക്സ്പാൻഷൻ ചെയ്തിട്ട് ഈ കാണുന്ന മെഷീനറികളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്താണ്. പിന്നീടാണ് നമ്മളൊരു ഫുൾ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സിസ്റ്റത്തേക്ക് വന്നത്. 2020-21 ഞങ്ങൾ ഇതിന്റെ ഓൾമോസ്റ്റ് സ്ട്രക്ചർ ഫുള്ളാക്കിയത്. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരനാണെങ്കിൽ കൂടി അതിനപ്പുറം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നതാണ് ഇവര്. ഈ ഫർഹാൻ ഷബീർ വിന്നർ അസോസിയേറ്റ്സ് എന്നാണ് അവരെ ഓഫീസിന്റെ പേര്. അവരാണ് ഇതിന്റെ കൂടെ ഞങ്ങൾ നിന്നിട്ട് ഇതിന്റെ കാര്യങ്ങളും എല്ലാ ഫണ്ടും കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇത് റെഡിയാക്കി തന്നിട്ടുള്ളത്. പിന്നെ ഒരു 2020 മുതൽ ഞങ്ങൾ ഫുൾ സ്ട്രെങ്ത്തിൽ നമ്മൾ പ്രൊഡക്ഷനായി, പിന്നെ മാർക്കറ്റിംഗ് ആയി. ഇപ്പോൾ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 4 വണ്ടികൾ ലൈനിൽ പോകുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ചെറിയ ഭാഗങ്ങൾ ഇത് ഏകദേശം ഞങ്ങൾ കവർ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ ഇപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു മാർക്കറ്റിംഗ് ഒരു ത്രൂ ഔട്ട് ഈ ബിസിനസ്സിൽ ഇറങ്ങിയ പോലെയാണ്. ഞങ്ങളിപ്പോൾ ഒരു ഡൊമസ്റ്റിക് വർക്ക് എന്നുള്ളതെന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് എന്നുള്ളൊരു സ്ട്രാറ്റജിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ടും ബാക്കിയുള്ള കമ്പനികൾക്ക് റീപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾക്ക് പ്രൊഡക്ഷൻ ആയിട്ട് ഇപ്പോൾ നമ്മളിവിടെ പ്രൊഡക്ഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അവർ ഫണ്ട് റേസ് ചെയ്ത് നമ്മളെ AIF സ്കീമിൽ അതുപോലെ തന്നെ എല്ലാ പേപ്പേഴ്സും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്ത് തന്നിട്ടുണ്ട്. കൂടുതൽ ഡിലേ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് സബ്സിഡി അവർ പെട്ടെന്ന് പാസ്സാക്കി തന്നിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന്റെ പഴയ യൂണിറ്റിന് വേണ്ടി സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ പേപ്പർ വർക്കുകളായിട്ട് ഞാൻ എൻ്റെ കുറെ ടൈം വേസ്റ്റ് ആയി, കുറെ ക്യാഷ് പോയി എന്നല്ലാതെ എനിക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും സബ്സിഡി പാസ്സാവാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ റിസ്കുകളോ കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ നമ്മളെ വിന്നർ അസോസിയേറ്റ്സ് ത്രൂ ചെയ്തുകൊണ്ട് എനിക്കൊന്നും സഫർ ചെയ്യേണ്ടി വന്നിട്ടില്ല. അത് എന്താണെങ്കിലും ഞാൻ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് സബ്സിഡി പാസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ ഒരു റീഇൻവെസ്റ്റ്മെന്റിലേക്ക് റിട്ടേൺ ക്യാഷ് പേയ്മെന്റിലേക്ക് എനിക്ക് ഏകദേശം ഒരു പകുതിയോളം എമൗണ്ട് എനിക്ക് ഏകദേശം കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്താ ഞാൻ ഇവരെ ഒരു ഗ്രൂപ്പിനോട് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോ ഈ പാക്കിംഗ് സെക്ഷനിൽ പോയ സമയത്ത് 2 ബ്രാൻഡുകളായിട്ടുള്ള കവറുകൾ കണ്ടു. ഒന്ന് ഇപ്പോ PMS എന്നുള്ള പേരിലും കണ്ടു, വേറൊരു ബ്രാൻഡും കണ്ടു. നമ്മൾ എങ്ങനെയാണ് അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്നത്? അതാണ് ഞങ്ങൾക്ക് 2 രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ മാർക്കറ്റിങ്ങിനുള്ളത്. ഒന്ന് നമ്മളെ 100 ഗ്രാംസിന്റെ ഒരു പാക്കറ്റ് പൗച്ചസ്, 150 ഗ്രാംസിന്റെ പൗച്ചസ് ആയിട്ടും, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ കാറ്ററിംഗ് മെസ്സ്, അതുപോലെ തന്നെ ഹോട്ടൽ സെയിലുകൾ, അതുപോലത്തെ മാർക്കറ്റ് ആയിട്ടാണ് നമുക്കുള്ളത്. അപ്പൊ ഇത് രണ്ടും ഞങ്ങൾ ആദ്യം PMS ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെയിമിൽ തന്നെ ആയിരുന്നു ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ ആ ഒരു PMS ഫുഡ് പ്രൊഡക്ട്സ് എന്നുള്ള പേര് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ആ തുടങ്ങിയ ബ്രാൻഡ് നമ്മൾ ഇപ്പോഴും അതുപോലെ തന്നെ പോകുന്ന. ഇപ്പോൾ 1 kg 500 ഗ്രാംസ് 250 ഗ്രാം ഇതെല്ലാമാണ് നമ്മൾ ആദ്യം തുടങ്ങിയിരുന്നത്. അപ്പോൾ ആ ഒരു തുടങ്ങിയ ഒരു സിസ്റ്റം അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആ PMS ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലാബിൽ ഞങ്ങൾ ഇപ്പോഴും കൊണ്ടുവരുന്നത്. അത് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ, മെസ്സ്, കാറ്ററിംഗ്, ഇങ്ങനെ ബൾക്ക് യൂസേജ് വരുന്ന നമ്മള് മസാലകൾ യൂസേജ് വരുന്ന കൗണ്ടറുകളാണ് നമ്മളെ ആ ഒരു മാർക്കറ്റിംഗ് ഒരു സ്റ്റേജിലുള്ള ആ ലെവലിലുള്ള കസ്റ്റമേഴ്സ്. പിന്നീടാണ് നമ്മൾ ഈ സ്കീമെല്ലാം വന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വന്നതിന് ശേഷം വന്നതാണ് നമ്മളെ ഹാദീസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഹാദീസ് ഫുഡ് പ്രൊഡക്ട്സിൽ നമുക്ക് 100 ഗ്രാംസിന്റെ പൗച്ചുകളായിട്ടാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതിൽ ചിക്കൻ മസാല, മീറ്റ്, സാമ്പാർ, ഫിഷ്, ഗരം, പെപ്പർ പൗഡർ, കാശ്മീരി, മല്ലി, മുളക്, മഞ്ഞൾ ഇതുപോലത്തെ ഐറ്റംസുകളാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്കിംഗ് സിസ്റ്റം നമുക്ക് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മളൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഒരു കൺസ്യൂമർ പാക്ക് ആക്കാം, ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കിംഗ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ 1 കിലോ മല്ലിപ്പൊടി നമ്മൾ കടയിൽ പോയി വാങ്ങുന്നവരിനേക്കാൾ ഉത്തമം ഒരു 100 ഗ്രാം മല്ലിപ്പൊടി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് യൂസ് ചെയ്യാൻ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്, 100 ഗ്രാം പാക്കിംഗ് സിസ്റ്റം. അപ്പൊ ആ ഒരു പാക്കിംഗ് സിസ്റ്റം വന്നപ്പോൾ നമ്മളൊരു പുതിയൊരു ബ്രാൻഡ് നെയിമിൽ കൊടുത്തു. ഇപ്പൊ നമ്മളെ മാനുഫാക്ചറിങ് അഡ്രസ്സ് നമ്മൾ PMS ഫുഡ് പ്രൊഡക്ട്സ് തന്നെ ആയിരിക്കും. നമ്മളൊരു ബ്രാൻഡിങ് ഈ ഒരു 2 മാർക്കറ്റിംഗ് രണ്ട് സ്റ്റേജ് ആയതുകൊണ്ട് നമ്മൾ രണ്ടും ഇപ്പോഴും അങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ. നമ്മളെ പ്രൊഡക്റ്റുകളെല്ലാം സെയിം ആണ് വരിക. ഇപ്പൊ നമ്മള് PMSലെ വിശേഷങ്ങളെല്ലാം കണ്ടു.
അവരെന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നത്, അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടെങ്കിൽ, ഇവയുടെ നവീകരണത്തിനെല്ലാം നമുക്ക് ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക വിന്നർ അസോസിയേറ്റ്സ് പെരിന്തൽമണ്ണ.